നമസ്കാരം. ചലച്ചിത്രതാരവും പ്രമുഖ റേസിംഗ് താരവുമായ അജിത് കുമാറിന്റെ കാർ ഇറ്റലിയിൽ നടന്ന G24 യൂറോപ്യൻ സീരീസ് റേസിനിടെ അപകടത്തിൽപ്പെട്ടു. മത്സരത്തിന്റെ രണ്ടാം റൗണ്ടിൽ മിഡാനോ ട്രാക്കിൽ വെച്ചാണ് സംഭവം. അജിത് സഞ്ചരിച്ചിരുന്ന കാർ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ അജിത് കുമാറിന് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നത് ആശ്വാസകരമായ വാർത്തയാണ്. കൂട്ടിയിടിക്ക് ശേഷം തകർന്ന കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അജിത് ട്രാക്കിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ റേസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പ്രൊഫഷണൽ റേസർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലും അജിത് തന്റെ എളിമയും സഹാനുഭൂതിയും ഈ സംഭവത്തിലൂടെ തെളിയിച്ചു. സാധാരണഗതിയിൽ മറ്റ് ഡ്രൈവർമാർ ചെയ്യാത്ത ഒരു കാര്യമാണിത്. റേസ് ട്രാക്കിലെ ഈ അപ്രതീക്ഷിത സംഭവം അജിത് ആരാധകരെ ഒരു നിമിഷം ആശങ്കയിലാഴ്ത്തിയെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണെന്ന വിവരവും ട്രാക്ക് വൃത്തിയാക്കാൻ സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളും വലിയ കയ്യടി നേടുകയാണ്. G24 യൂറോപ്യൻ സീരീസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ തന്നെ അജിത്തിന്റെ ഈ പ്രവൃത്തി അഭിനന്ദിച്ച് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. റേസിൽ നിന്ന് പുറത്തായി, പക്ഷേ വൃത്തിയാക്കാൻ സഹായിക്കുന്നതിൽ സന്തോഷമുണ്ട്. അജിത് കുമാറിന് പൂർണ്ണ ആദരം എന്നായിരുന്നു അവരുടെ കുറിപ്പ്. 2003 ഫോർമുല BMW ഏഷ്യയിലൂടെയാണ് അജിത് റേസിംഗ് രംഗത്തേക്ക് കടന്നു വന്നത്. 2010 ഫോർമുല 2 ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം അജിത് കുമാർ റേസിംഗിന്റെ സ്വന്തം ടീമുമായിട്ടാണ് അദ്ദേഹം റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയത്. അടുത്തിടെ നടന്ന ദുബായ് 24 മണിക്കൂർ റേസിൽ അജിത്തിന്റെ ടീം 3ാം സ്ഥാനം നേടിയിരുന്നു. അഭിനയ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും റേസിംഗിനോടുള്ള തന്റെ അഭിനിവേശം അജിത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അഭിനയ ജീവിതവും റേസിംഗിനുള്ള അഭിനിവേശവും ഒരുപോലെയാണ് താരം കൊണ്ടുപോകുന്നത്. സിനിമയ്ക്കും മോട്ടോർ സ്പോർട്ടിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അടുത്തിടെ ഇന്ത്യൻ സർക്കാർ അജിത്തിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. അതേസമയം തമിഴ് ചലച്ചിത്ര ലോകത്ത് തല എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ നടനാണ് അജിത് കുമാർ. തെലുങ്ക് ചിത്രമായ പ്രേമ പുസ്തകമായിരുന്നു അജിത്തിന്റെ ആദ്യ ചിത്രം. പിന്നീട് അമരാവതി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലെത്തി. ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് പ്രമുഖ നടൻ വിക്രമായിരുന്നു. പിന്നീട് നിരവധി വിജയ ചിത്രങ്ങളിലൂടെ അജിത് തമിഴകത്തെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറി. വാലി, വരലാറു, ബില്ല, മങ്കാത്ത, വിശ്വാസം, തുനിവ്, ഗുഡ് ബാഡ് അഗ്ലി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. 3 തവണ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.